ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചത് അഭിമാനത്തോടെയാണ് പലരും ആഘോഷിക്കുന്നത്. കണ്ണൂരിലെ 9 ഉൾപ്പെടെ 10 മുസ്ലിം ലീഗ് ഒരിടത്തുമാണ് എതിരില്ലാതെ ജയിച്ചത്. കണ്ണൂരിലെ മലപ്പട്ടം, കണ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലും ആന്തൂർ നഗരസഭയിലുമായി 9 സ്ഥാനാർത്ഥികൾ വോട്ടെടുപ്പിന് മുമ്പേ ജയിച്ചു. CPIM ഭീഷണി മൂലമാണ് UDF സ്ഥാനാർത്ഥികൾക്ക് പലയിടത്തും പത്രിക നൽകാൻ കഴിയാത്തതെന്നാണ് കോൺഗ്രസ് ആരോപണം. എന്നാൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ പോലും ഇല്ലാത്ത അവസ്ഥയാണെന്ന് CPIM പരിഹസിക്കുന്നു. വാസ്തവത്തിൽ എതിരില്ലാ ജയങ്ങൾ ആഘോഷിക്കേണ്ടതുണ്ടോ? ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും മത്സരമല്ലേ? കാണാം നിശബ്ദമാക്കപ്പെടുന്ന ജനാധിപത്യം. തെരഞ്ഞെടുപ്പെന്നാൽ കുറെ ഓപ്ഷനുകളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം തന്നെ ഓപ്ഷനുകളാണ്. കുറെ പേർ മത്സരിച്ച് അവരിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നവർ ജനങ്ങളുടെ പ്രതിനിധിയായി മാറുക. കണ്ണൂരിൽ 9 LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത്. ഇങ്ങനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതി ജനാധിപത്യത്തിന് ഭൂഷണമാണോ? ജനാധിപത്യത്തിന്റെ ലളിത നിർവചനം ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണമെന്നാണ്. മണി പവറും മസിൽ പവറുമല്ല ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ മാനദണ്ഡമാകേണ്ടത്. മത്സരമില്ലാത്ത തെരഞ്ഞെടുപ്പുകൾ മരിച്ച ജനാധിപത്യത്തിന്റെ പ്രതിഫലനമാണ്. പാർട്ടി കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പക്ഷേ എതിർ ശബ്ദങ്ങൾ നിശബ്ദമാകുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇത് പ്രകടമാകുക. ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വാർഡുകളിൽ നിന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് കിട്ടുന്ന വോട്ടുകളിൽ നിന്ന് മലയാളികൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളുള്ളവർ ഉണ്ടെന്നല്ലേ? എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ പാർട്ടി കോട്ടകളിൽ എതിർ സ്ഥാനാർത്ഥികളാകാനോ പ്രവർത്തിക്കാനോ ആരുമിറങ്ങാത്ത സ്ഥിതി. പേടിയും പേടിപ്പിക്കലുമാണ് ഇതിന് കാരണമെന്നതിൽ സംശയിക്കേണ്ട. കണ്ണൂരിലെ ആന്തൂർ നഗരസഭ, മലപ്പട്ടം, കണ്ണപുരം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി 9 ഇടതു സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ എതിരില്ല. 3 ഇടങ്ങളും CPIM കോട്ടയാണ്. എതിരില്ലാതെ ജയിച്ചയിടങ്ങളിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മൊറാഴ നഗരസഭ വാർഡും ഉൾപ്പെടുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന സാഹചര്യം ഇന്നലെ തന്നെ അവിടെയുള്ള ഒരു സ്ഥാനാർത്ഥി കൃത്യമായി തന്നെ പറഞ്ഞു. എന്താണ്? ഞാനാണ് നിത്യശ്രീ, ഞാനാണ് ഇത് ഒപ്പിട്ടത് എന്ന് നേരിട്ട് വന്ന് ഒരു റിട്ടേണിംഗ് ഓഫീസറോട് പറയുമ്പോൾ ആ ഒപ്പ് ആ കുട്ടിയുടെ തന്നെയാണ് എന്ന് അവിടെ ക്ലിയർ ആവുകയാണ്. അപ്പോൾ പറയുന്നു നോമിനേഷൻ ഫോമിൽ ഇട്ടിരിക്കുന്ന ഒപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു 2 ഒപ്പുകൾ നിങ്ങളെ കാണിച്ചു. എന്ത് വ്യത്യാസമാണ് അവിടെയുള്ളത്? ആ നോമിനേഷൻ ഫോമിലുള്ള റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പുകൾ മുഴുവൻ വ്യത്യസ്തമാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പോൾ ആ നോമിനേഷൻ തള്ളുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? CPIM ഭീഷണിക്ക് വഴങ്ങിയ റിട്ടേണിംഗ് ഓഫീസർ തന്റെ പത്രിക തള്ളിയതായി മലപ്പട്ടം പഞ്ചായത്തിലെ 12ാം വാർഡ് UDF സ്ഥാനാർത്ഥി നിത്യശ്രീ ആരോപിക്കുന്നു. ഇന്നലെ ഞാൻ നാമസഭ പോയ വനാധികാരിയുടെ അടുത്ത് തന്നെയായിരുന്നു ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി അവർ ഹിയറിങ്ങിന് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഇത് ഇവരെന്നെ ഇട്ട സൈനാണെന്ന്. പക്ഷേ CPIM ഇത് കള്ളൊപ്പാണ്, ഇത് ഇവരിട്ടതല്ല എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും മുന്നിൽ വെച്ച് ആക്ഷേപിച്ചു. പിന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമം തന്നെ സംഭവിച്ചു. അപ്പം തന്നെ അവരത് റിജക്ട് ചെയ്തു. അദ്ദേഹം വേറെ വിളിച്ചു ചോദിക്കാനൊന്നും നിന്നില്ല, അപ്പം തന്നെ അവർ റിജക്ട് ചെയ്തു. എന്നാൽ കോൺഗ്രസ് ആരോപണം അപ്പാടെ തള്ളുകയാണ് CPIM. സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലുമാകാത്ത ഗതികേടിലാണ് കോൺഗ്രസ് എന്ന പരിഹാസമാണ് CPM ഉയർത്തുന്നത്. മലപ്പട്ടത്തേക്കാൾ ആന്തൂരിനേക്കാൾ CPM-ന് സ്വാധീനമുള്ള എത്ര കേന്ദ്രമുണ്ട് കണ്ണൂർ ജില്ലയിൽ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? അവിടെയെല്ലാം മത്സരിക്കുന്നില്ലേ? ആളെ കിട്ടുന്നില്ല. അതിനും ഭീഷണി എന്ന നെറേറ്റീവാണ്. എന്താ ഭീഷണി? പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ആളുകൾ കിട്ടണമെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾ വേണം കേട്ടോ. പ്രതിപക്ഷ നേതാവ് അതിന് പറ്റുന്ന കുറച്ച് ആളെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ നോക്ക്. ഇത് അവരുടെ ദൗർബല്യമാണ്. സ്വന്തം ദൗർബല്യം ഞങ്ങളുടെ മേലെ ചാരരുത്. ആന്തൂർ നഗരസഭയിലെ 5 UDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക
സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും പത്രികകൾ തള്ളിയാലും അവിടെയും LDF വിജയമുണ്ടാകും. പല പ്രേക്ഷകരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. ഇതിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വൈകിട്ട് 5:45 പുറപ്പെടുവിച്ചതാണ് ഏറ്റവും ഒടുവിലുള്ള അലർട്ട്. അതിൽ പറയുന്നത് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ഓറഞ്ച് അലർട്ട് അടുത്ത 3 മണിക്കൂർ മാത്രം എന്ന് പറയുന്നുണ്ട്. 5:45 പുറപ്പെടുവിച്ചത്. ഈ 3 ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതായാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അതിനു തൊട്ടു മുമ്പുള്ള അലർട്ടുകളിലൊക്കെ സംസ്ഥാനത്ത് പരക്ക മഴ പെയ്യും എന്ന നിലയിൽ തന്നെയായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് അടുത്ത 3 മണിക്കൂറിൽ അത് പുറപ്പെടുവിച്ചത് 4 മണിക്കാണ്. അങ്ങനെ ഈ നിലയിലുള്ള അലർട്ടുകളാണ് കാലാവസ്ഥാ വകുപ്പിൻ്റേതായി ഇതിനകം വന്നിട്ടുള്ളത്. വീണ്ടും നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ്. തെരഞ്ഞെടുപ്പ് കളമങ്ങ് ചൂടുപിടിച്ചിരിക്കുകയാണ് പലയിടത്തും. പക്ഷേ കളം തന്നെയാണ് പ്രധാന വോട്ട് വിഷയം. നല്ല കളിക്കളങ്ങൾ, അതാണ് ഈ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരിക്കുന്നത്. കളിക്കളങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇത്തവണ വോട്ടില്ലെന്നാണ് പലയിടത്തും ഉയരുന്ന പ്രതിഷേധങ്ങൾ. നാടിനൊരു ഗ്രൗണ്ടിനായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയവർ വരെയുണ്ട്. കാണാം കളിക്കളങ്ങൾ ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധക്കാർ. ഇടുക്കി കുമാരമംഗലം പഞ്ചായത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ സ്ഥാനാർത്ഥികളെ വരവേൽക്കുന്നത് ഇങ്ങനെ ഒരു ഫ്ലക്സാണ്. വോട്ട് വേണോ? എന്നാൽ ഞങ്ങൾക്ക് കളിസ്ഥലം വേണം. ആര് കളിസ്ഥലം ഒരുക്കുന്നോ അവർക്കാണ് കായിക പ്രേമികളുടെ വോട്ട്. കണ്ടാൽ കൗതുകമെങ്കിലും പറയുന്നത് കളിയല്ല. ഈ ഒരു 10 കൊല്ലത്തിനകം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഗ്രൗണ്ടില്ല നമ്മുടെ പഞ്ചായത്തിന്. അപ്പം കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ക്രിക്കറ്റിന് കപ്പടിച്ചു. തുടർച്ചയായ കപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മളിപ്പോൾ കളിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ടർഫിലാണെങ്കിലും പൈസ കൊടുത്താണ് കളിക്കുന്നത്. ഒരാൾ 200 കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മാസം ഒരാൾ 200 കൊടുത്ത് കളിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് എത്ര കളി കളിക്കണം? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏത് പാർട്ടിയാണോ നമുക്ക് ഗ്രൗണ്ട് തരുന്നത് അവർക്ക് ഞങ്ങൾ യുവാക്കൾ വോട്ട് ചെയ്യുള്ളൂ. ഞാൻ യുവാക്കളുടെ പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാൽപന്തുകളിയുടെ നാടായ മലപ്പുറത്തെ പാപ്പാത്തിപ്പാറയിലെയും പാലക്കാട്ടെ മുണ്ടൂരിലെയും കോട്ടയത്തെ സംക്രാന്തിയിലെയും ഒക്കെ കായിക പ്രേമികൾ കട്ടക്കലിപ്പിലാണ്. പാത്തിപ്പാറയിലെ ഗ്രൗണ്ടിന്റെ അവസ്ഥ ഇതാണ്. തിരിഞ്ഞു നോക്കാത്തവർക്ക് ഇനിയും വോട്ട് കൊടുക്കണമോ എന്നാണ് അവരുടെ ചോദ്യം. ആലപ്പുഴയിലെ മാന്നാറിൽ നല്ലൊരു ടർഫ് നശിച്ചു പോകുന്നതിനെതിരെയാണ് കായിക പ്രേമികൾ വോട്ട് ആയുധമാക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി പണിത ടർഫ് പ്രകൃതി വിരുദ്ധരുടെ വിളനിലമായി. കായിക പ്രേമികൾക്ക് നൽകാതെ കളിസ്ഥലം പിന്നെ ആർക്കെന്നതാണ് സ്ഥാനാർത്ഥികളോടും കൂടിയുള്ള ചോദ്യം. പലരും ടർഫുകളെയാണ് നിലവിൽ ആശ്രയിക്കുന്നത്. എന്നാൽ വലിയ തുക നൽകി എത്ര പേർക്ക് കളിക്കാൻ പോകാനാകും? പുതുതലമുറ വഴിതെറ്റാൻ തന്നെ കാരണം നല്ല കളിക്കളങ്ങൾ ഇല്ലാത്തതെന്നാണ് കോട്ടയത്തെ സ്പൈറോസ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളുടെ നിരീക്ഷണം. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5:30 ആകുമ്പോൾ എല്ലാവരും വന്ന് കൂടുക, ഇവിടെ ഇരിക്കുക, തിരിച്ചു പോവുക. ഈ ഒരു ഇലക്ഷനിൽ നമുക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കളിസ്ഥലം വേണം. നമ്മൾ അതിനെ ഒരു ധൃതി വെച്ചാണ് നമ്മളൊരു പോസ്റ്റർ ഇറക്കുകയും അതിന് മുന്നോടിയായിട്ട് പ്രതിഷേധം എന്ന രീതിയിൽ നല്ലൊരു ഫ്ലെക്സ് വെക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ എല്ലാവരും ലഹരിക്കെതിരെ ഭയങ്കരമായ ക്യാമ്പയിനുകളും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കളിസ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഭാവിയിലോട്ട് വരുന്നവർക്ക് ആ ഒരു അഡിക്ഷൻ ഇല്ലാതെ കളിക്കാനോ അല്ലെ എന്തിനേലും വരാൻ പറ്റുള്ളൂ. ടെന്നീസ് ബോൾ ക്രിക്കറ്റിലെ സൂപ്പർ താരമാണ് തിരുവനന്തപുരം മീനാങ്കൽ സ്വദേശിയായ സുമേഷ്. പലർക്കും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ല. ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ അയാൾ ഗെയിൽ കുട്ടപ്പനാണ്. മുമ്പ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കളിച്ചപ്പോൾ സംവിധായകൻ പ്രിയദർശനാണ് സുമേഷിന് അങ്ങനെയൊരു പേരിട്ടത്. നാടിനൊരു കളിക്കളമെന്ന ആവശ്യവുമായി ഗെയിൽ കുട്ടപ്പനും തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിൽ ഇത്തവണ ബാറ്റ് എടുക്കും. ഇപ്പം മത്സരിക്കാനുള്ള കാരണം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരു കളിസ്ഥലം, അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽത്ത് സെൻറ്റർ, പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു PSC സെൻറ്റർ എന്നിവ മീനാങ്കൽ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യവും. എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം എന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു. 2021 ഇപ്പോഴത്തെ കായിക മന്ത്രി V. അബ്ദുറഹ്മാനും ഇക്കാര്യം നിയമസഭയിൽ ആവർത്തിച്ചു. എന്നാൽ അതൊന്നും നടപ്പിലാവാത്തതിനാലാണ് കായിക പ്രേമികൾക്ക് ഇങ്ങനെ ഫ്ലെക്സ് വെക്കേണ്ടി വരുന്നത്, സ്ഥാനാർത്ഥികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരുന്നത്. എന്തായാലും കളിക്കളമെന്ന ആ വലിയ സ്വപ്നത്തിനായി യുവജനതയുടെ തുറുപ്പുചീട്ടാവുകയാണ് വോട്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം
സ്പോർട്സ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. മുത്തു ഇബ്രാഹിം പറയുന്നു, തമിഴ്നാട്ടിൽ മുഴുവനും മഴയാണ്. ഞാൻ തൂത്തുക്കുടിയിലുണ്ട്, ഇവിടെ 3 മണിക്ക് തുടങ്ങി അതിശക്തമായ മഴയാണെന്ന്. ഹരിഗോവിന്ദ് കോട്ടയം പറയുന്നു, മഴയായതുകൊണ്ട് തണുപ്പുള്ളതുകൊണ്ട് റെക്കോർഡൊക്കെ എഴുതി മഴ പെയ്യട്ടെ എന്ന്. അങ്ങനെ നിരവധി പ്രേക്ഷകർ. രവികുമാർ പറയുന്നു, തൃപ്പൂണിത്തുറയിൽ നല്ല മഴയുണ്ട്, അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് എന്ന്. അങ്ങനെ ഈ നിലയിൽ വിവിധ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. മോഹനൻ പിലാത്തറ പറയുന്നു, കളിസ്ഥലം വേണമെന്നൊക്കെ വാശി പിടിച്ച് വോട്ട് ബഹിഷ്കരിക്കുന്നതിന് മുമ്പ് സ്വന്തം വോട്ട് നിലവിൽ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നത് നല്ലതാണ്, പലർക്കും അനുഭവം അതാണ് എന്നും മോഹൻ പിലാത്തറ പറയുന്നുണ്ട്. ഈ നിലയിലുള്ള വിവിധ പ്രതികരണങ്ങൾ ഇപ്പോൾ കമൻറ്റ് ബോക്സുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും മുട്ടൻ പാരയായിട്ടുണ്ട് ഈ വളർത്തുനായ്ക്കളും തെരുവു നായ്ക്കളുമൊക്കെ. വീടാന്തരം കയറി വോട്ട് പിടിക്കാൻ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയതോടെ ചിലർക്കൊക്കെ നായകടിയേറ്റു. നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം, നമ്മെ കാണുന്ന അളവത് കാട്ടും നന്ദി മറക്കാമോ എന്നെഴുതിയത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. എന്നാൽ കടിയേറ്റവർക്ക് കവി കണ്ട പോലെയല്ല നായകൾ. കണ്ണൂർ പയ്യാവൂരിലെ CMP നേതാവ് OK കുഞ്ഞൻ കഴിഞ്ഞ ദിവസം രാവിലെ ചാലോട് കൃഷിഭവനിലേക്ക് ഇറങ്ങിയതാണ്. കുഞ്ഞൻ കൃഷിഭവനിലേക്ക് ഇറങ്ങിയതിനൊരു കാരണമുണ്ട്. പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് കോൺഗ്രസിനോട് CMP ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോൺഗ്രസ് CMPയുടെ ആവശ്യത്തിന് വഴങ്ങിയില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗമായ OK കുഞ്ഞനെ CMPയും സ്ഥാനാർത്ഥിയാക്കി. പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായാണ് OK കുഞ്ഞൻ ചാലോട് കൃഷിഭവനിലേക്ക് പോയത്. ബസ് സ്റ്റാൻഡിൽ വെച്ച് OK കുഞ്ഞനെ നായ കടിക്കുകയായിരുന്നു. കാലിന് കടിയേറ്റ സ്ഥാനാർത്ഥി ഇപ്പോൾ വീട്ടിലിരുന്ന് ഫോൺ വഴിയാണ് വോട്ട് തേടുന്നത്. പത്രികേൻ്റെ നോമിനേഷനിൽ കൃത്യസമയത്ത് എത്താൻ കഴിയാതെ പോവുകയും അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ജില്ലാ ആശുപത്രിയിൽ പോയി പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി തിരിച്ച് ഇന്നലെ വൈകുന്നേരം രാത്രിയാണ് വന്നത്. തെരുവുനായ ശല്യത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ പല സ്ഥലങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇത് കൂടാളി പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ആ പ്രദേശത്തെ പഞ്ചായത്ത് അധികാരികൾ വേണ്ടത്ര ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരുവുനായ ശല്യത്തിനെതിരെ അതിശക്തമായ രീതിയിൽ ജില്ലയിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പത്തനംതിട്ട ഓമല്ലൂർ പറയനാലിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജലജയെ നായ കടിച്ചത് പുത്തൻപീടിക ഹോമിയോ ജംഗ്ഷനിൽ വോട്ട് തേടുന്നതിനിടെയായിരുന്നു. കാലിനാണ് കടിയേറ്റത്. ഏതായാലും ഇവിടെ വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിയുടെ വക പ്രഖ്യാപനമുണ്ട്. ജയിച്ചാൽ തെരുവു നായ്ക്കളെ ഇല്ലാതാക്കും. പുറകിൽ കൂടെ തോന്നുന്നു പട്ടി വന്ന് കടിച്ചത്. കടിയുണ്ട്, പട്ടി അലച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ അടുത്ത വീട്ടിലോട്ട് തന്നെ ഓടി അങ്ങ് കയറുമായിരുന്നു. അവരപ്പം സോപ്പും വെള്ളമല്ല. അപ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ളവരെല്ലാം വേഗം വന്ന് ഡ്രസ്സൊക്കെ മാറ്റി, അവിടുന്ന് തന്നെ ഒരു ചേച്ചിയുടെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ വേഗം ഓട്ടോയിലങ്ങ് പത്തനംതിട്ട ആശുപത്രി കൊണ്ടുപോയായിരുന്നു, ജില്ലാ ആശുപത്രി കൊണ്ടുപോയി. ഇന്നലെ കാലിന് നീരുണ്ടായിരുന്നു. ഇന്ന് അധികം അങ്ങ് നടക്കരുതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ചധികം ആളുകളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇന്ന് ഇറങ്ങിയത്. വോട്ട് തേടി വീട്ടിലെത്തിയ സ്ഥാനാർത്ഥിയെ നായ കടിച്ച സംഭവം ഇടുക്കി ബൈസൺ വാലിയിൽ നിന്നാണ്. ബൈസൺ വാലി പഞ്ചായത്തിലെ 2ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ ജാൻസി വിജുവിനാണ് നായ കടിയേറ്റത്. നായയെ വീട്ടിൽ കെട്ടിയിരുന്നില്ല. വോട്ട് തേടി എത്തിയവരെ കണ്ടതോടെ നായ കുരച്ചു ചാടിയെത്തുകയായിരുന്നു. പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഓടിയെങ്കിലും സ്ഥാനാർത്ഥിയെ നായ കടിക്കുകയായിരുന്നു. അടിമാലി ആശുപത്രിയിൽ നിന്ന് വാക്സിൻ എടുത്ത് സ്ഥാനാർത്ഥി വീണ്ടും സജീവമായിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ ഈ മഴയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. അജിത് കുമാർ ഐട്ടൻ പറയുന്നു, ചെന്നൈയിൽ മഴയില്ല, ചെന്നൈ തമിഴ്നാട്ടിലല്ലേ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അഷ്റഫ് പാലക്കാട് പറയുന്നുണ്ട്, വീട്ടിൽ നിന്നും നായകൾ കടിച്ചാൽ നിയമപരമായി ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടുടമ നേരിടേണ്ടതായി വരുമെന്ന്. നിയമപ്രകാരം നായ്ക്കളെ വളർത്തുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് എന്ന കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രേക്ഷകർ ഈ വാർത്തകളോടും അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. ഇനി ഈ പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ തലസ്ഥാന നഗരത്തിൻ്റെ പലയിടങ്ങളിലും മാലിന്യം കാരണം മൂക്കുപൊത്താതെ നടക്കാൻ പറ്റാതായാൽ ആരോട് പരാതി പറയും എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്.
കഴിഞ്ഞ 2 ആഴ്ചയായി നഗരത്തിന്റെ മുഖം വികൃതമാക്കുന്നതിൽ കുറ്റക്കാർ റെയിൽവേയാണ്. കാര്യവട്ടം ക്യാമ്പസിന് പരിസരത്ത് ടൺ കണക്കിന് റെയിൽവേ മാലിന്യമാണ് കൊണ്ടു തള്ളിയിട്ടുള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ കഴക്കൂട്ടം പോലീസ് റെയിൽവേക്കെതിരെ കേസെടുത്തു. കാലങ്ങളായി മാലിന്യ കൂമ്പാരമായി മാറിയ ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥയ്ക്കും യാതൊരു മാറ്റവുമില്ല. റിപ്പോർട്ട് കാണാം. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനി ആമയിഴഞ്ചാൻ തോട് പരാതി പറഞ്ഞു മടുത്തതാണ്. ഇപ്പോഴിതാ കിലോമീറ്റർ അപ്പുറത്ത് കാര്യവട്ടം ക്യാമ്പസിനടുത്ത് റെയിൽവേയുടെ ടൺ കണക്കിന് മാലിന്യം തള്ളിയിരിക്കുന്നു. ആരോട് പറയണം? ആരുണ്ട് ചോദിക്കാൻ? മാലിന്യമുക്ത നവകേരളമെന്ന് ആവർത്തിച്ചു പറയുന്നതാണ്. പക്ഷേ അതേ കാര്യഗൗരവത്തോടെ നിർദ്ദേശങ്ങൾ നടപ്പിലാകുന്നുണ്ടോ? ഇല്ല എന്ന ഉത്തരത്തിന് ആക്കം കൂട്ടുന്നതാണ് 2 ആഴ്ച മുൻപ് ദേശീയപാതയ്ക്ക് 100 മീറ്റർ അപ്പുറത്ത് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിന് സമീപം കണ്ട മാലിന്യ കൂമ്പാരം. ബെഡ്ഷീറ്റുകൾ, കുടിവെള്ള കുപ്പികൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഏതോ ട്രെയിനിൽ നിന്ന് നിക്ഷേപിച്ചതെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തം. ദുർഗന്ധം കാരണം പരിസരവാസികൾ വരെ മൂക്കുപൊത്തി. നാണക്കേടെന്നല്ലാതെ മറ്റെന്തു പറയാൻ? കുറച്ച് നാളായിട്ട് ഇവിടെ വേസ്റ്റ് നല്ല രീതിയിൽ പെരുകുന്നുണ്ട്. ആരാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഈ പരിസരത്ത് ഉള്ള വീടുകളിലെ കിണറ്റിലും ഒക്കെ ആയിട്ട് ഈ കാക്കകളൊക്കെ വേസ്റ്റ് കൊത്തിക്കൊണ്ടിട്ടിട്ട് കുറച്ച് പ്രശ്നമാകുന്നുണ്ട്. ആദ്യമൊക്കെ കുറച്ച് വീടിൻ്റെ കുറച്ച് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതെവിടുന്ന് പർപ്പസ്ഫുള്ളി നല്ല രീതിയിൽ വേസ്റ്റ് ഇവിടെ കൊണ്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്തൂടെ പോകുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. നമ്മൾ കളിക്കാൻ പോണ ഗ്രൗണ്ടാണ്. ഇവിടെയൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. നടക്കാറൊന്നും പറ്റില്ല. അങ്ങോട്ട് ഭയങ്കര കൊതു വീഴ്ചയൊക്കെയാണ്. ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ ഉദ്യോഗസ്ഥരെത്തി മാലിന്യം തരംതിരിച്ചപ്പോഴും റെയിൽവേയുടെ മാലിന്യമെന്ന് സ്ഥിരീകരിച്ചു. രാത്രിയുടെ മറവിൽ പല ലോറികളിലായി മാലിന്യം നിക്ഷേപിച്ചു എന്നാണ് വിവരം. പോലീസിലും പരാതി എത്തിയതോടെ നഗരസഭ റെയിൽവേക്ക് നോട്ടീസ് അയച്ചു. എത്രയും പെട്ടെന്ന് മാലിന്യം നീക്കാനാണ് നിർദ്ദേശം. പക്ഷേ ദിവസങ്ങൾ പിന്നിടുമ്പോഴും മാലിന്യ കൂമ്പാരം നീക്കം ചെയ്തിട്ടില്ല. കരാറെടുത്തവരാണോ പിന്നിലെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വേസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ ഓരോ ദിവസം വരുമ്പോൾ കുന്നുകണക്കിനാണ് വേസ്റ്റ് ഇറക്കണം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന വീട്ടിലുള്ള ആൾക്കാർക്കായാലും. അപ്പോൾ അതിന് നടപടിയെടുക്കണം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്തെ ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ തുരങ്കഭാഗത്തിന്റെ അവസ്ഥ നോക്കാം. അതും ശോചനീയമാണ്. തുരങ്കഭാഗം ശുചീകരിക്കാൻ ജലവിഭവ വകുപ്പ് 63 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതികൾ അത്രയും നടപ്പിലാക്കിയിട്ടും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടും പരിഹാരമേയില്ല. ഇവിടെ മാത്രം വന്ന് കുഴിച്ചു വാരി ചവറെടുത്തിട്ട് യാതൊരുവിധ കാര്യം ഇതിനകത്തില്ല. ഈ ചവറ് വരാതിരിക്കാനും മേളിൽ കൂടെ എറിയാതിരിക്കാനാണ് നെറ്റ് കിട്ടിയത്. പണ്ട് ഇവിടെ ഒരു ക്യാമറകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറ എന്നുള്ള ഫ്രെയിം മാത്രം അല്ല, ക്യാമറ അല്ലത്. അതുപോലെ തന്നെ നെറ്റെല്ലാം വലിച്ചു പൊളിച്ച് പോണ്. ഈ ചവറ് ഉത്ഭവിക്കുന്ന സ്ഥലം മുതൽ അവസാനിക്കുന്ന, അതായത് റെയിൽവേയുടെ ഈ ഭാഗം വരെ ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് ചവറ് വരില്ല. ചവറ് ആരിടുന്നു, എവിടെ നിന്ന് വരുന്നു, ഇതിൻ്റെ ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരാൾ ഒരു കവർ കൊണ്ട് പോവുകയാണെങ്കിൽ അവനെ പിടിക്കുക, 5000 2000 ഫൈൻ ചെയ്യുക, ഒരു കടയിൽ കയറുക, അവിടെ ചെന്ന് പ്ലാസ്റ്റിക് കൊണ്ടാ പിടിക്കുക. ഈ പ്ലാസ്റ്റിക് എവിടെ നിന്ന് വരുന്നു? ഇത് വെറും നാടകം മാത്രം. ആമയിഴഞ്ചാൻ തോടിന്റെ കാര്യത്തിൽ കോർപ്പറേഷനെ മാത്രം കുറ്റം പറയാൻ സാധിക്കില്ല. മാലിന്യം വലിച്ചെറിയരുതെന്ന് കൊട്ടിഘോഷിക്കുന്നതൊന്നും നഗരവാസികൾ കേൾക്കുന്നേയില്ല എന്ന് തോന്നുന്നു. ഇതെന്ത് ഗതികേടെന്ന് ചോദിക്കുന്നുണ്ട് സംസാരിച്ച പലരും. ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽപ്പെട്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതാണ്. ഇനി അങ്ങനെ ഉണ്ടാകരുതെന്ന് ആവർത്തിച്ചതാണ്. നടപ്പിലായിട്ടില്ല. നഗരത്തിന്റെ മുഖം വികൃതമാകുന്നുണ്ട്. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഭാരതത്തിന്റെ ജീവരേഖ എന്നാണ് ഇന്ത്യൻ റെയിൽവേയെ വിശേഷിപ്പിക്കുന്നത്. അതിങ്ങനെ നാട്ടുകാർക്കൊരു മരണരേഖയാകരുത്. മാത്രമല്ല, അത് റെയിൽവേയുടെ സ്ഥലത്തുമല്ല, കാര്യവട്ടം ക്യാമ്പസിന് സമീപം കൊണ്ടുചെന്ന് ഇങ്ങനെ വേസ്റ്റ് തള്ളിയിരിക്കുന്നത്. റെയിൽവേ നേരിട്ടല്ല എന്ന കാര്യം അറിയാം. റെയിൽവേയുടെ കരാറുകാരനാണ് ആ നിലയിലുള്ള വേസ്റ്റ് അവിടെ അത്രത്തോളം കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളത്. അത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കും. ആ നാട്ടുകാർക്ക് ശുദ്ധവായു ശ്വസിക്കാനുള്ള അവസരം ഒരുക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. കേരളത്തിൽ ചാരിറ്റി തട്ടിപ്പ് പോലെ തന്നെ വ്യാപകമാവുകയാണ് അവയവദാന തട്ടിപ്പും. കണ്ണൂർ ഇരിട്ടിയിൽ നിന്നൊരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ട്. വൃക്ക വാഗ്ദാനം നൽകി പാവം രോഗിയെയും ചികിത്സാ സഹായ കമ്മിറ്റിയെയും കബളിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിലായിട്ടുണ്ട്.
കഴിഞ്ഞ 2-3 ദിവസം മുമ്പായിരുന്നു ഈ സംഭവം നടന്നത്. പക്ഷേ നാട്ടുകാർ, ജനങ്ങൾ അധികം ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. വീർപ്പാട് സ്വദേശി നൗഫലാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്താകെ പ്രതി ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിരുന്നുവെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഓർക്കണം, ഒരു രോഗിയെയും, ഒരു പാവപ്പെട്ട രോഗിയെയും, അതോടൊപ്പം തന്നെ നാട്ടുകാരടക്കമുള്ള ഒരു വലിയ ചികിത്സാ സഹായ കമ്മിറ്റിയെയുമാണ് ഇയാൾ കബളിപ്പിച്ചിരിക്കുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയ ആവശ്യമുള്ള സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരെ കണ്ടെത്തി വലവിരിക്കുക, അവർക്ക് മുന്നിൽ ഒരു വ്യാജ ഡോണറുമായി രംഗപ്രവേശം ചെയ്യുക, പിന്നാലെ വിശ്വാസം പിടിച്ചുപറ്റി പണം മുഴുവൻ തട്ടിയെടുത്ത് മുങ്ങുക. ഇതായിരുന്നു വീർപ്പാട് സ്വദേശിയായ നൗഫലിന്റെ സ്ഥിരം രീതി. വൃക്കരോഗിയായ പട്ടാന്നൂർ സ്വദേശി ഷാനിഫിന്റെ ചികിത്സയ്ക്കായി ജനകീയ കമ്മിറ്റി സ്വരൂപിച്ച 6 ലക്ഷം രൂപ തട്ടിയ കേസിലാണ് സത്താർ എന്ന് വിളിക്കുന്ന നൗഫൽ കുടുങ്ങിയത്. നിബിൻ എന്ന കൂട്ടുപ്രതി ഷാനിഫിന് വൃക്ക നൽകുമെന്നാണ് നൗഫൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചത്. പിന്നീട് പലതവണയായി 3 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയും 3 ലക്ഷം നേരിട്ടും കൈപ്പറ്റി. ശേഷം ഒറ്റ മുങ്ങൽ. ഷാനിഫ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. മലപ്പുറം ജില്ലയിലെ 2 പേരിൽ നിന്ന് ഷാനിഫ് 5 ലക്ഷം തട്ടിയെടുത്തതായും പരാതിയുണ്ട്. തളിപ്പറമ്പ് സ്വദേശിയെ കബളിപ്പിച്ച് 6 ലക്ഷത്തിന്റെ തട്ടിപ്പും നടത്തി. കൂട്ടുപ്രതികളായ നിബിൻ, ഗഫൂർ എന്നിവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ഈ സംസ്ഥാനത്തെ ഏതെങ്കിലും ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് പ്രേക്ഷകർ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. നിലവിൽ ഇതുവരെ സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ്. പൊതുജനം കഴുതയല്ല സാറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.